ഒരുപാട് വൈവിധ്യമായ ജന്തുജീവജാലങ്ങൾ കൊണ്ട് നിറഞ്ഞ മനോഹരമായ ഒരു ദ്വീപ് ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ കങ്കാരുക്കളെയും കോളകളെയും പ്ലാറ്റിപ്പസുകളെയും ചിലർക്ക് ദശലക്ഷക്കണക്കിന് വരുന്ന മുയലുകളെയുമൊക്കെയായിരിക്കും ഓർമ്മ വരിക. എന്നാൽ ഈ മുയലുകൾ ഓസ്ട്രേലിയയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് പിന്നിൽ ഒരു വിചിത്രമായ കഥയുണ്ട്. ആ കഥയും ഓസ്ട്രേലിയയിലെ മുയലുകൾക്ക് പിന്നീട് സംഭവിച്ച ചില ദാരുണമായ സംഭവ വികാസങ്ങളുമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് ഓസ്ട്രേലിയയിൽ 200 മില്യൺ അഥവാ 10 കോടിയിലധികം മുയലുകൾ ഉണ്ടെന്നാണ് ഏകദേശ കണക്ക്. എന്നാൽ 1920കളിൽ 10 ബില്യൺ അഥവാ 1000 കോടിയോളം മുയലുകൾ വരെ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നു അത്രേ. സത്യത്തിൽ മുയലുകൾ കങ്കാരുക്കളെ പോലെ ഓസ്ട്രേലിയയിൽ ആദ്യമേ ഉണ്ടായിരുന്ന ജീവികളല്ലായിരുന്നു. പിന്നെ എങ്ങനെ മുയലുകൾ ഓസ്ട്രേലിയയിൽ എത്തി എന്നല്ലേ നിങ്ങളുടെ ചോദ്യം? 1859 കാലഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ വിക്ടോറിയ എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു ഇംഗ്ലീഷ് കുടിയേറ്റക്കാരനായിരുന്നു തോമസ് ഓസ്റ്റിൻ. അങ്ങനെ 1859 വേട്ടയാടി ചുമ്മാ സമയം കളയാനും മറ്റുമായി തോമസ് ഓസ്റ്റിൻ വിക്ടോറിയയിലേക്ക് 13 ജോഡി യൂറോപ്യൻ കാട്ടുമുയലുകളെ കൊണ്ടുവരികയായിരുന്നു. കൂടാതെ ഓസ്ട്രേലിയൻ കാലാവസ്ഥയിൽ യൂറോപ്യൻ മൃഗങ്ങൾ തഴച്ചു വളരുമെന്ന് മറ്റു ഇംഗ്ലീഷ് കുടിയേറ്റക്കാരും വിശ്വസിച്ചിരുന്നു. പക്ഷേ അത് ലോകം കണ്ട ഒരു മണ്ടൻ തീരുമാനമായിരുന്നു. കാരണം യൂറോപ്പിൽ ഫാമുകൾ, എസ്റ്റേറ്റുകൾ തുടങ്ങിയ നിയന്ത്രിതമായിട്ടുള്ള സ്ഥലങ്ങളിലായിരുന്നു മുയലുകൾ ജീവിച്ചിരുന്നത്. പക്ഷേ കാടുകളിൽ എത്തിക്കഴിഞ്ഞാൽ മുയലുകൾ നമ്മൾ ചിന്തിക്കുന്നതിലും വേഗത്തിൽ വളർന്നു പെരുകും എന്നതാണ് സത്യം. പറഞ്ഞതുപോലെ തന്നെ കിലോമീറ്ററുകളോളം തുറന്നു കിടക്കുന്ന ഓസ്ട്രേലിയയിൽ വേട്ടക്കാരൊന്നുമില്ലാതെ വർഷങ്ങൾ കൊണ്ട് മുയലുകൾ പെറ്റുപെരുകി വ്യാപിക്കുകയായിരുന്നു. 1880കളോടെ ഓസ്ട്രേലിയയുടെ തെക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ മുയലുകൾ ക്രമാതീതമായി വ്യാപിച്ചു. ആ സമയത്ത് മാത്രം 2 കോടിയിലധികം മുയലുകൾ അവിടെ വ്യാപിച്ചിരുന്നു എന്നാണ് കണക്ക്. അതായത് ഒരു ജോഡി മുയൽ വർഷങ്ങൾ കൊണ്ട് തന്നെ 800 മുയലുകളെയൊക്കെ പ്രസവിക്കുമായിരുന്നു അത്രേ. ഇതോടെ ഇവകൾ അവിടെ ഉണ്ടായിരുന്ന വിളകളും കൃഷിയുമൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി. ഇത് വളരെ ഭീകരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഓസ്ട്രേലിയയിൽ സൃഷ്ടിച്ചത്. വിളകൾ നശിപ്പിക്കുന്നതിന് പുറമെ ഭൂമിയിൽ മാളങ്ങൾ കുഴിച്ചിടാനും അത് കാരണം മണ്ണിന്റെ ഫലഭൂയിഷ്ടി നഷ്ടപ്പെടുകയും വിളകൾ വളരാതാവുകയും ചെയ്തു. അങ്ങനെ ഓസ്ട്രേലിയയിൽ കർഷകരും മുയലുകളും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുകയായിരുന്നു. ആദ്യമായി അവർ മുയലുകളുടെ ശല്യമില്ലാതാക്കാനായി 3000 കിലോമീറ്ററുകളോളം വേലികൾ സ്ഥാപിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ അതത്രത്തോളം വിജയകരമായില്ല എന്നതാണ് സത്യം. കാരണം മുയലുകൾ മാളങ്ങൾ നിർമ്മിച്ച് വേലിക്കടയിലൂടെ മറുവശത്തേക്ക് എത്തുകയായിരുന്നു. കൂടാതെ മുയലുകൾക്ക് വിഷം നൽകിയും ഇവകളുടെ പോപ്പുലേഷൻ നിയന്ത്രിക്കാൻ കർഷകർ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് പ്രകൃതിക്കും മറ്റ് ജീവികൾക്കും ഭീഷണിയായി മാറുകയായിരുന്നു. അങ്ങനെ അവർ കണ്ടെത്തിയ മറ്റൊരു മാർഗമായിരുന്നു മുയലുകളെ വേട്ടയാടുന്ന പ്രെഡേറ്റേഴ്സുകളെ ഓസ്ട്രേലിയയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അങ്ങനെ അവർ ഇതിനായി ഉപയോഗിച്ച ഒരു മൃഗമായിരുന്നു ഫോക്സ് അഥവാ കുറുക്കന്മാർ. അങ്ങനെ സൗത്ത് ഓസ്ട്രേലിയയിലും മുയലുകൾ കൂടുതൽ കാണപ്പെട്ടിരുന്ന വിക്ടോറിയ എന്ന പ്രദേശത്തും ഒരുപാട് കുറുക്കന്മാരെ എത്തിക്കുകയായിരുന്നു. ആദ്യമൊക്കെ കുറുക്കന്മാർ മുയലുകളെ വേട്ടയാടി ഭക്ഷണമാക്കുമായിരുന്നു. പക്ഷേ കാലക്രമേണ കുറുക്കന്മാർ മുയലുകളെ വേട്ടയാടുന്നത് കുറയുകയായിരുന്നു. അതിനുള്ള പ്രധാന കാരണമെന്നത് മുയലുകളെ വേട്ടയാടി ഭക്ഷണമാക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ കുറുക്കന്മാർക്ക് ഓസ്ട്രേലിയയിലെ മറ്റു പക്ഷികൾ, ചെറുജീവികൾ തുടങ്ങിയവയെ വേട്ടയാടാൻ സാധിക്കുമായിരുന്നു. അതോടെ കുറുക്കന്മാർ ഓസ്ട്രേലിയയിലാകെ വ്യാപിക്കാൻ തുടങ്ങുകയായിരുന്നു. ഇത് ഓസ്ട്രേലിയയിലെ നാടൻ ജീവികൾക്ക് വലിയ ഭീഷണിയായി മാറി. അങ്ങനെ കുറുക്കന്മാർ തെക്കൻ ഓസ്ട്രേലിയയുടെ ഭാഗങ്ങളിൽ വ്യാപിക്കുകയായിരുന്നു. പിന്നീട് മുയലുകളെ പോലെ തന്നെ കുറുക്കന്മാരും ഓസ്ട്രേലിയക്കാർക്ക് ഒരു വെല്ലുവിളിയായി മാറുകയായിരുന്നു എന്നതാണ് സത്യം. അതിനുശേഷം ഓസ്ട്രേലിയക്കാർ മുയലുകളെ നശിപ്പിക്കാൻ ഉപയോഗിച്ച മറ്റൊരു മാർഗമായിരുന്നു കീരികൾ എന്നുള്ളത്. ഹെർപെസ്റ്റിഡെ എന്ന കുടുംബത്തിലാണ് കീരികൾ ഉൾപ്പെടുന്നത്. ഹെർപെസ്റ്റിനൈ എന്നും മംഗോറ്റിനൈ എന്നുമുള്ള 2 ഉപകുടുംബങ്ങളിലായി വിവിധ ജനുസുകളിൽ 34 തരം കീരികളാണ് ലോകത്താകെ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷികൾ, അവയുടെ മുട്ടകൾ, മീനുകൾ, ഞണ്ടുകൾ, തേളുകൾ, പാമ്പുകൾ, പഴുതാരകൾ, എലികൾ, ഓന്തുകൾ, പലതരം ഷഡ്പദങ്ങൾ, പഴങ്ങൾ, വേരുകൾ എന്നിവയൊക്കെ കീരികൾ ഭക്ഷിക്കാറുണ്ട്.
ചിലയിനം കീരികൾ മുയലുകളെയും കൊക്കുകളെയും വരെ ഭക്ഷണമാക്കാറുണ്ട്. ഇതായിരുന്നു ഓസ്ട്രേലിയക്കാർക്ക് വേണ്ടിയിരുന്നതും. അങ്ങനെ 1883 ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡ് എന്ന സ്ഥലത്തേക്ക് ഒരു കൂട്ടം കീരികളെ അവർ തുറന്നുവിടുകയായിരുന്നു. കീരികൾ അവിടെയുണ്ടായിരുന്ന മുയലുകളെ വേട്ടയാടി ഇല്ലാതാക്കുമെന്നായിരുന്നു നാട്ടുകാരുടെ വിശ്വാസം. പക്ഷേ റിയാലിറ്റി മറ്റൊന്നായിരുന്നു. കാരണം കുറുക്കന്മാരെ പോലെ തന്നെ കീരികളും മുയലുകളെ വേട്ടയാടി പിടിക്കുന്നതിന് പകരം മറ്റു നാടൻ ജീവികളെയായിരുന്നു വേട്ടയാടിയിരുന്നത്. അതായത് നിലത്തു കൂടുകെട്ടുന്ന പക്ഷികൾ, മർസുപ്പിയൻ എലികൾ, എന്തിന് ചെറിയ കുഞ്ഞൻ കങ്കാരുക്കളെ വരെ കീരികൾ ഭക്ഷണമാക്കുമായിരുന്നു. കാരണം മുയലുകളെ വേട്ടയാടുന്നതപേക്ഷിച്ച് ഇതായിരുന്നു അവർക്ക് എളുപ്പം. അങ്ങനെ മുയലുകളെ പോലെ തന്നെ കീരികളും ഓസ്ട്രേലിയയിൽ മറ്റൊരു പ്രശ്നക്കാരായി മാറുകയായിരുന്നു. അങ്ങനെ 1900 ആയപ്പോഴേക്കും ക്വീൻസ്ലാൻഡിലെ പക്ഷികളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള കുറവ് സംഭവിക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തിയത്. അങ്ങനെ ഇതിനു മുൻപും ശേഷവുമായി വെള്ളക്കീരി, നീർനായ, പൂച്ചകൾ തുടങ്ങിയവയൊക്കെ ഓസ്ട്രേലിയയിൽ കൊണ്ടുവന്ന് മുയലുകളുടെ എണ്ണം നിയന്ത്രിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഒന്നും ഫലം കണ്ടിരുന്നില്ല എന്നതാണ് സത്യം. 1900 ആയപ്പോഴേക്കും മുയലുകളുടെ എണ്ണം 600 മില്യൺ, അതായത് 60 കോടിക്കും മുകളിലാവുകയായിരുന്നു. അങ്ങനെ 1950കളിൽ ഓസ്ട്രേലിയ ശാസ്ത്രീയമായ ഒരു മാർഗം കണ്ടെത്തുകയായിരുന്നു. അതായിരുന്നു മൈക്സോമ വൈറസ്. പേര് പോലെ തന്നെ മുയലുകളെ ബാധിക്കുന്ന ഒരുതരം വൈറസ് ആയിരുന്നു ഇത്. ചെള്ള്, കൊതുകുകൾ തുടങ്ങിയ ജീവികളിലൂടെയായിരുന്നു ഈ വൈറസ് പടർന്നിരുന്നത്. മൈക്സോമ വൈറസ് ബാധിച്ച മുയലുകൾ ചാകുന്നതിന് മുൻപ് കണ്ണുകളൊക്കെ വീർത്ത് ചർമ്മത്തിലൊക്കെ ഇൻഫെക്ഷനായി വളരെ വേദനാജനകമായിട്ടായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത്. എന്നാൽ മറ്റുള്ള മാർഗങ്ങളെ അപേക്ഷിച്ച് ഈ വൈറസ് കാരണം ഒരുപാട് മുയലുകൾ ചത്തൊടുങ്ങിയിരുന്നു. പക്ഷേ ഇതൊരു പെർമനന്റ് ആയ സൊല്യൂഷൻ ആയിരുന്നില്ല എന്നതാണ് സത്യം. 1970കളോടെ വീണ്ടും മുയലുകളുടെ ജനസംഖ്യ ക്രമാതീതമായി ഉയരുകയായിരുന്നു. അതിനുശേഷം RHDV അഥവാ റാബിറ്റ് ഹെമോറഹാജിക് ഡിസീസ് വൈറസ് എന്നൊരു വൈറസിനെ കൂടി ഓസ്ട്രേലിയ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മൾ മുൻപേ കണ്ട മൈക്സോമ വൈറസിനേക്കാൾ അപകടകാരികളായ വൈറസ് ആയിരുന്നു ഇത്. 1996 RHDV ആദ്യമായി റിലീസ് ചെയ്തത്. ഈ വൈറസ് മുയലുകളുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് അവയുടെ ശരീരത്തിനുള്ളിൽ ബ്ലീഡിംഗ് ഉണ്ടാക്കുകയും ഓർഗൻ ഫെയിലിയറിന് കാരണമാവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഈ വൈറസ് നല്ലതുപോലെ തന്നെ ഫലപ്രദമാവുകയായിരുന്നു. ചില സ്ഥലങ്ങളിൽ 90% വരെ മുയലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു അത്രേ. എങ്കിലും കാലക്രമേണ മുയലുകളുടെ ശരീരം ഈ വൈറസുകളെ പ്രതിരോധിക്കാനുള്ള മാർഗം കണ്ടെത്തുകയും റാബിറ്റ് പോപ്പുലേഷൻ വീണ്ടും വർദ്ധിക്കാൻ ആരംഭിക്കുകയുമായിരുന്നു. ഇന്നും ഓസ്ട്രേലിയ RHDV പോലെയുള്ള വൈറസുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മുയലുകളുടെ എണ്ണം കാര്യമായി നിയന്ത്രിക്കാൻ ഇന്നും ഓസ്ട്രേലിയക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ഇന്ന് 200 മില്യൺ അഥവാ 20 കോടിയിലധികം തന്നെ മുയലുകൾ ഓസ്ട്രേലിയയിൽ സൈര്യവിഹാരം നടത്തുന്നുണ്ട്. ഏതായാലും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.